നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആഷ്ബറി റെയിൽവേ കമ്പനി വേഴ്സസ് റിച്ചി. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേസിലാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു വെറൈറ്റിക്ക് പുറത്തിറങ്ങി നടന്നൊക്കെ ഈ കേസ് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചു. ഈ കേസ് ഡോക്ടർ ഓഫ് അൾട്രാ വൈറസ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇത്തരമൊരു കേസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. 1865 കേസാണിത്. 653 ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ കേസാണ്. UK കമ്പനീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ കേസാണ് നമ്മൾ ഡോക്ടറിൻ ഓഫ് അൾട്രാ വൈറസിനെ കുറിച്ച് പറയുമ്പോഴും മെമ്മറണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കേസ് പൊതുവേ CS-ഉം CA-യും CMA ഒക്കെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇൻ്റർമീഡിയറ്റ് ലെവലിൽ തന്നെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു കേസാണ്. എന്താണ് ഈ കേസ്? ഞാൻ 2 ദിവസം മുമ്പ് ഇന്നലെയാണെന്ന് തോന്നുന്നു ICWക്ക് വേണ്ടി ഇൻ്റർമീഡിയറ്റിന് ക്ലാസ് എടുത്തപ്പോഴാണ് ഈ കേസിനെ കുറിച്ച് ചർച്ചയായത്. ഈ കേസ് ഒരു കമ്പനിയുടെ ഓബ്ജക്റ്റ് ക്ലോസിൻ്റെ ലിമിറ്റേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേസാണ്. നിങ്ങൾക്കറിയാം, കമ്പനിയുടെ മെമ്മറണ്ടം ഓഫ് ഒബ്ജക്റ്റീവ്സ് ക്ലോസ്, അതായത് കമ്പനീസ് ആക്ടിലെ മെമ്മറണ്ടം ഓഫ് അസോസിയേഷനാണ് ഒരു കമ്പനിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, നെയിം, രജിസ്റ്റേർഡ് ഓഫീസ്, ഓബ്ജക്ട്സ്, ക്യാപിറ്റൽ, ലയബിലിറ്റിയെക്കുറിച്ച് പറയുന്നതാണ്. ബേസ് ഡോക്യുമെൻ്റാണ് മെമ്മറാണ്ടം. ഒരു കമ്പനിയും അതിൻ്റെ മെമ്മറാണ്ടത്തിന് പുറത്ത് സഞ്ചരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഓബ്ജക്റ്റ് ക്ലോസിൻ്റെ പുറത്ത് സഞ്ചരിക്കാൻ പാടില്ല. അഥവാ സഞ്ചരിച്ചാൽ അതിനെയാണ് നമ്മൾ അൾട്രാ വൈറസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്താണ്, ഒരു കമ്പനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്, സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഓബ്ജക്റ്റ് ക്ലോസിലാണ്. ആ ഓബ്ജക്റ്റ് ക്ലോസിന് പുറമേ ഏത് ആക്ടിവിറ്റി ചെയ്താലും ആ ആക്ടിവിറ്റിയെ നമ്മൾ അൾട്രാ വൈറസ് ആക്ടിവിറ്റി എന്ന് പറയും. എന്താണ് അൾട്രാ വൈറസ്? കമ്പനി അത് ബാധിക്കത്തുമില്ല. കമ്പനിയുടെ ബോർഡിനോ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനോ ആ ഡിസിഷനെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ് ചെയ്ത ആക്ടിവിറ്റിയെയോ ട്രാൻസാക്ഷനെയോ റാറ്റിഫൈ ചെയ്യാനും പറ്റത്തില്ല. പുറത്തായതുകൊണ്ട് ഭയങ്കര ബഹളമല്ലേ? കുഴപ്പമില്ല, ഒരു വെറൈറ്റിക്ക് നമുക്കൊരു കാൻഡിഡ് രീതിയിൽ ഈ കേസിലെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അൾട്രാ വൈറസ് ആക്ട് എന്താണെന്നാണ്. അൾട്രാ വൈറസ് ആക്ട് വിൽ നോട്ട് ബൈൻഡ് ഓൺ ദ കമ്പനി. അത്തരം ട്രാൻസാക്ഷൻസിന് നിയമസാധുതയില്ല. ഇറ്റ് ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. എന്താണ് വോയിഡ് അബ് ഇനിഷ്യോ? ആ ട്രാൻസാക്ഷൻ ജനിച്ചപ്പോൾ തന്നെ അൾട്രാ വൈറസാണ്, അതായത് വോയിഡ് അബ് ഇനിഷ്യോ ആണ്. ഷെയർ ഹോൾഡേഴ്സിന് പോലും സാധാരണ രീതിയിൽ ഏത് ആക്ടിവിറ്റിയും പ്രൊസീജിയറൽ വയലേഷൻ ഉണ്ടെങ്കിൽ, ആർട്ടിക്കിൾസ് വയലേറ്റ് ചെയ്യുന്നു, പ്രൊസീജിയേഴ്സ് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് റാറ്റിഫൈ ചെയ്യാം. കാരണം ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ കമ്പനിയുടെ റിയൽ ഓണേഴ്സ്. പക്ഷേ അൾട്രാ വൈറസ് ആക്ടിവിറ്റീസ് ഷെയർ ഹോൾഡേഴ്സിന് പോലും റാറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ആഷ്ബറിയെക്കുറിച്ചാണ്. ആഷ്ബറി റെയിൽവേ കമ്പനി വേൾഡിലെ അൾട്രാ വൈറസിനെ കുറിച്ചും മെമ്മറാണ്ടത്തിൻ്റെ ഓബ്ജക്റ്റ് ക്ലോസിനെ കുറിച്ചും ആര് ചർച്ച ചെയ്യുമ്പോഴും, ഏത് അക്കാഡമീഷ്യനും ഏത് ലോ സ്റ്റുഡൻറ്റും ചർച്ച ചെയ്യുമ്പോഴും ആദ്യം ഓടി വരുന്നൊരു കേസാണ് ആഷ്ബറി റെയിൽവേ ആൻഡ് അയൺ കമ്പനി ലിമിറ്റഡ് വേഴ്സസ് റിച്ചി. 1800 കേസാണ്. ഹൗസ് ഓഫ് ലോർഡിൻ്റെ ജഡ്ജ്മെൻറ്റാണ് UK കമ്പനീസ് ആക്ട് 1856 ആക്ടിലെ സെക്ഷൻ 6ഉം 8ഉം 15ഉം ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് ലോ ആണ്. 1875 ഈ കേസ് ജൂൺ മാസം 17 ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇറങ്ങുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഒരുപക്ഷെ ഇന്നും 2026 പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണ് ആഷ്ബറി റെയിൽവേ അയൺ ആൻഡ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് റിച്ചി. അപ്പോൾ ഈ കേസ് എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു 17 ജൂൺ 1875 എന്ന് പറയുമ്പോൾ എത്ര വർഷത്തെ പഴക്കമല്ലേ, ആലോചിച്ചോളൂ അല്ലേ. ഇതിൽ ഈ ആഷ്ബറി റെയിൽവേ ആൻഡ് ആഷ്ബറി റെയിൽവേ കാരേജ് ആൻഡ് അയൺ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന UK രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മെമ്മറണ്ടം ഓഫ് അസോസിയേഷനിലെ ഓബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കമ്പനിക്ക് റെയിൽവേ പാർട്സും റെയിൽവേ കാരേജസും വാഗൺസും റിപ്പയർ ചെയ്യാനും പാർട്ടുകളൊക്കെ ഉണ്ടാക്കാനും റിപ്പയർ ചെയ്യാനും ഉള്ള സർവീസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണിത്. ഈ കമ്പനിയുടെ ഓബ്ജക്റ്റ് ക്ലോസിൽ ആൻഡ് അതർ ആൻസിലറി ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്തു? ബിസിനസ്സൊക്കെ വളർന്ന് നിലയിൽ വന്നപ്പോൾ വിചാരിച്ചു, നമുക്ക് റെയിൽവേ യൂണിറ്റുകൾ ബിൽഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ കമ്പനിയുടെ
ഉദ്ദേശമെന്ന് പറയുന്നത് റിപ്പയർ ചെയ്യലാണ്. റെയിൽവേ വാഗൺസും കാരേജസും ഒക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ കുറവുകളൊക്കെ തിരുത്തി കൊടുക്കുക, റിപ്പയർ ചെയ്യുക, മെക്കാനിക്കൽ വർക്ക് ചെയ്യുക. പക്ഷേ റെയിൽവേ യൂണിറ്റുകൾ അഥവാ റെയിൽവേയുടെ മൊത്തം പാർട്ടും അതുപോലെ തന്നെ റെയിൽവേ വാഗൺസും ഒക്കെ ബിൽഡ് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല, മറിച്ച് റിപ്പയർ ചെയ്യാനുള്ള അതോറിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിസിനസ് കൂടിയപ്പോൾ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ഇന്നത്തെ പോലെ തന്നെ അന്നത്തെ ആൾക്കാരൊക്കെ ഗ്രീഡിയാണ്. ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു റെയിൽവേ യൂണിറ്റ് ബിൽഡ് ചെയ്തുകൂടാ എന്ന് ഈ കമ്പനിക്ക് തോന്നി. അതായത് റെയിൽവേ കൺസ്ട്രക്ഷൻ എന്ന് പറയും അതിന് ഒത്തിരി ക്യാപിറ്റൽ ആവശ്യമുണ്ട്. റിപ്പയർ ചെയ്യുന്ന പോലെയല്ലോ ബിൽഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഒത്തിരി ക്യാപിറ്റൽ ആവശ്യം. അതുകൊണ്ട് ഈ കമ്പനി എന്ത് ചെയ്തു, ഒരു കോൺട്രാക്ടറിനെ കണ്ടുപിടിച്ചു ഇത് ബിൽഡ് ചെയ്യാനായിട്ട്, റെയിൽവേ യൂണിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട്. ബിൽഡിങ്ങും റിപ്പയറും തമ്മിൽ ജഗജാന്തര വ്യത്യാസമുണ്ട് അല്ലേ ക്യാപിറ്റലിലും. അപ്പം അങ്ങനെ ബിൽഡ് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ച കോൺട്രാക്ടറാണ് റിച്ചി. അപ്പോൾ നമ്മളെ കഥാപാത്രമാണ് റിച്ചി. റിച്ചി ഒരു റെയിൽവേ ബിൽഡറാണ്, ഒരു കോൺട്രാക്ടറാണ്. അപ്പോൾ ബിൽഡർ പറഞ്ഞു, ടെൻഡറിലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞാനിത് ബിൽഡ് ചെയ്യാം, പക്ഷേ എനിക്ക് പൈസയില്ല, ക്യാപിറ്റൽ കോസ്റ്റ് വേണം. അപ്പോൾ ഈ ആഷ്ബറി റെയിൽവേ കമ്പനി അതിനുള്ള മുതൽ മുടക്ക് അങ്ങോട്ട് കൊടുത്തു. ഇറ്റ് ഹാസ് ഓഫേർഡ് എ ലോൺ ടു റിച്ചി ടു ബിൽഡ് റെയിൽവേ യൂണിറ്റ്. റിപ്പയറിനുള്ള കമ്പനിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആഗ്രഹം കൊണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടും അതെന്ത് ചെയ്തു, ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ് തുടങ്ങി, ബിൽഡിംഗ് റെയിൽവേസ് തുടങ്ങാനുള്ള ഉദ്ദേശത്തോടു കൂടി ഈ റിച്ചിയെ കണ്ടുപിടിക്കുകയും റിച്ചിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അപ്ഫ്രണ്ടായിട്ട് ക്യാപിറ്റൽ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ റിച്ചി ഈ പൈസ വെച്ചിട്ട് റെയിൽവേ കൺസ്ട്രക്ഷൻ തുടങ്ങാനായിട്ടുള്ള നടപടികളെടുത്തു. സ്വാഭാവികമായിട്ട് അതിന് ഒരുപാട് ക്യാപിറ്റലും ആൾക്കാരൊക്കെ വേണം, അവർ തുടങ്ങി. ഇത് ബോർഡ് അപ്രൂവൽ വഴിയാണ് ചെയ്തത്. പിന്നെ അവർ കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലിന് വെച്ചു. ഷെയർ ഹോൾഡേഴ്സ് വിചാരിച്ചു കമ്പനി നന്നാവുന്ന കാര്യമില്ല, എന്തിനു നോ പറയണം, അവരും അപ്രൂവ് ചെയ്തു. ഇനിയാണ് അതിശയം. കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടേക്കോ ചില ലീഗൽ ഡൗട്ടുകൾ തോന്നിയതുകൊണ്ട് തന്നെ ഈ കമ്പനി ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു. ആര് പെട്ടു? റിച്ചി പെട്ടു. ക്യാൻസൽ ചെയ്തപ്പോൾ റിച്ചിക്ക് ഭീമമായ നഷ്ടമുണ്ടായി. കാരണം അവർ വന്നിട്ട് ഈ റെയിൽവേ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഇരുമ്പും സാധനങ്ങളും എല്ലാം ഇറക്കി ഈ ക്യാപിറ്റൽ കൊണ്ടൊക്കെ തന്നെ സംഭവിച്ചു. ഒടുവിൽ അവർ കേസിന് പോയിട്ട് പറഞ്ഞു, ഈ പറയുന്ന കോൺട്രാക്റ്റ് ഇങ്ങനെ ആർബിട്രറി ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഭീമമായ നഷ്ടമുണ്ടായി, അതുകൊണ്ട് അതിന് കോമ്പൻസേഷൻ വേണമെന്ന് സൂ ചെയ്തു. അതിന് റിച്ച് പറഞ്ഞ കാരണം, ഇത് കമ്പനി തന്ന കോൺട്രാക്റ്റാണ്, കമ്പനി അപ്രണ്ടായിട്ട് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, കമ്പനിയുടെ ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, എന്തിന് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് പോലും, ഏത് ആഷ്ബറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് പോലും അപ്രൂവ് ചെയ്തിട്ട് തന്ന കോൺട്രാക്റ്റാണ്, അതുകൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. കീഴ്ക്കോടതിയിൽ റിച്ച് ജയിച്ചു, രണ്ടാമത്തെ കോടതിയിലും റിച്ച് ജയിച്ചു. അപ്പീൽ പോയത് നമ്മളിവിടുത്തെ ഹോണറബിൾ സുപ്രീം കോർട്ട് പോലെ അവിടുത്തെ ഹൗസ് ഓഫ് ലോർഡ്സാണ്. ഹൗസ് ഓഫ് ലോർഡ്സ് പ്രമാദമായ ജഡ്ജ്മെൻറ്റ് ജൂൺ 17 1875 വർഷം ഈ ജഡ്ജ്മെൻറ്റ് പ്രൊണൗൺസ് ചെയ്തു. എന്തായിരിക്കും ആ ജഡ്ജ്മെൻറ്റ്? അപ്പോൾ കോടതി സ്വാഭാവികമായിട്ടും കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്തു. കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ റെയിൽവേ പാർട്സ് റിപ്പയർ ചെയ്യാനും വാഗൺസ് റിപ്പയർ ചെയ്യാനും കാരേജസ് റിപ്പയർ ചെയ്യാനും മാത്രമുള്ള അധികാരമുള്ളൂ, മറിച്ച് ഒരു റെയിൽവേ യൂണിറ്റ് ബിൽഡ് ചെയ്യാനുള്ള അധികാരം ഇല്ലാന്നും അതിൽ ആൻസിലറി ഓബ്ജക്ട്സ് പോലും ഇത്തരം റെയിൽവേ യൂണിറ്റ് ബിൽഡ് ചെയ്യാനുള്ള അധികാരമില്ലാന്നും കോടതി വിധിക്കുകയും അത്തരത്തിൽ ഈ റെയിൽവേ ബിൽഡ് ചെയ്യാനുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഈ ബിസിനസ് ആക്ടിവിറ്റിയെ മെമ്മറാണ്ടത്തിന് മുകളിൽ പോയ ആക്ടിവിറ്റിയാണെന്നും ആ പവർ ബിയോണ്ട് ദ പവേഴ്സ് ആണെന്നും അതുകൊണ്ട് ഇതിനെ അൾട്രാ വൈറസ് ആയിട്ട് പ്രഖ്യാപിക്കുകയും ഈ ട്രാൻസാക്ഷൻ വോയിഡ് അബിനിഷ്യയുമായി. അങ്ങനെ അന്ന് മുതലാണ് ഒരുപക്ഷെ ലോകം ഈ ഡോക്ടറിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറയുന്ന ഈ ഡോക്ടറിനെ അറിയുകയും. അപ്പോൾ എന്താണ് ഡോക്ടറിൻ ഓഫ് അൾട്രാ വൈറസ്? കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയാത്ത കാര്യത്തിന് ബിസിനസ് ആക്ടിവിറ്റി ചെയ്താൽ ആ ട്രാൻസാക്ഷൻ വന്നിട്ട് വോയിഡ് അബിനിഷ്യയാവുന്നു. അതിൽ ബോർഡ് അപ്രൂവ് ചെയ്തിട്ടും കാര്യമില്ല, മറിച്ച് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്താൽ പോലും ആ ട്രാൻസാക്ഷൻ വോയിഡ് അബിനിഷ്യയാണ്. ആർക്കും അത് റാറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി, ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി കനോട്ട് റാറ്റിഫൈ ദാറ്റ് ട്രാൻസാക്ഷൻ വിച്ച് ഈസ് വോയിഡ് അബിനിഷ്യൂ. ഇതിൽ ഹൗസ് ഓഫ് ലോർഡ്സ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസിലറി ഓബ്ജക്റ്റ്
അഥവാ അതർ ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞ് എഴുതിയത് കൊണ്ട് മെയിൻ ഓബ്ജക്ട്സിൻ്റെ പരിധിക്ക് പുറമേ ഒരിക്കലും ഒരു കമ്പനിക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ മെയിൻ ഓബ്ജക്ട്സ് എന്താണ്? ആഷ്വറി റെയിൽവേ കമ്പനി, കാരേജ് കമ്പനി ആൻഡ് അയൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് റിപ്പയർ വർക്ക്സും അതുപോലെ തന്നെ കാരേജ് നന്നാക്കലും വാഗൺസ് നന്നാക്കലും റെയിൽവേയുടെ പാർട്ടുകൾ നന്നാക്കി കൊടുക്കൽ മാത്രമാണ് ഒബ്ജക്റ്റീവ് എന്നും അതൊരിക്കലും തന്നെ ഒരു റെയിൽവേ വാഗൺ അഥവാ റെയിൽവേ പാർട്സ് അല്ലെങ്കിൽ റെയിൽവേ യൂണിറ്റ് നിർമ്മിക്കുന്ന ബിൽഡിംഗ് ഓഫ് റെയിൽവേസ് അതിൻ്റെ ഒബ്ജക്റ്റിൽ പറഞ്ഞിട്ടില്ല എന്നും അതിനൊരിക്കലും ഒരു ആൻസിലറി ഓബ്ജക്റ്റായിട്ട് പോലും കാണാൻ പറ്റത്തില്ലെന്നും അതിനുവേണ്ടി കൊടുത്ത ലോണും അതിനുവേണ്ടി എൻ്റർ ചെയ്ത ട്രാൻസാക്ഷൻസും എന്താണ് വോയിഡ് അബ് ഇനിഷ്യോ എന്ന് കോടതി വിധിച്ചു. അപ്പോൾ 1875 കേസാണ് നമ്മൾ 2026 ഫെബ്രുവരിയിൽ സംസാരിക്കുന്നത്, മറക്കരുത്. അപ്പോൾ അത്രത്തോളം വളരെ വാലിഡായിട്ടൊരു കേസാണ്. അങ്ങനെ റിച്ചി കേസ് തോറ്റു, ഭീമമായ നഷ്ടമുണ്ടായി കാണും. സ്വാഭാവികമായിട്ടും കമ്പനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ആർക്കും റാക്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് റെയിൽവേ ബിൽഡ് ചെയ്യാനുള്ള തീരുമാനം വോയിഡ് അബ് ഇനിഷ്യോ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ ആർക്കും ഷെയർ ഹോൾഡേഴ്സിന് പോലും റാക്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ കേസിൽ നിന്ന് പഠിച്ച പാഠം എന്തൊക്കെയാണ്? ഒന്ന്, നോ കമ്പനി ഷുഡ് റൺ ലുക്ക് ബിയോണ്ട് ദ മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി വിച്ച് പുട്ട്സ് ലിമിറ്റേഷൻ ടു ദ പവേഴ്സ് ഓഫ് ദ കമ്പനി. പോയിന്റ് നമ്പർ 1. Point number 2, the word ancillary objects or other objects stated in the memorandum should be interpreted strictly within the bracket of the main objects. It should not deviate from that. Point number 3, അൾട്രാ വൈറസ് ആക്ടിവിറ്റി ആയിക്കഴിഞ്ഞാൽ അതിനെ ഷെയർ ഹോൾഡേഴ്സിന് പോലും റാറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല, അതിനുള്ള അധികാരമില്ല. ബിക്കോസ് അൾട്രാ വൈറസ് ആക്ടിവിറ്റി ഈസ് ബേസിക്കലി വോയിഡ് അബ് ഇനിഷ്യോ. വെൻ എ ട്രാൻസാക്ഷൻ ഈസ് വോയിഡ് അബ് ഇനിഷ്യോ, ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് പോലും അത് അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. പോയിന്റ് നമ്പർ 4, എവറി കമ്പനി ഷുഡ് ഡു ഇറ്റ്സ് ബിസിനസ് വിത്തിൻ ദ ആംബിറ്റ് ഓഫ് ദ മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി, എസ്പെഷ്യലി ഓബ്ജക്ട് ക്ലോസ് ഓഫ് ദ കമ്പനി. Any transaction, any business, any loan lending, any activity done beyond the powers of the memorandum is ultra virus, void ab initio and cannot be ratified even by the shareholders of the company. കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരും, ക്രെഡിറ്റേഴ്സും സപ്ലയേഴ്സും കോൺട്രാക്ടേഴ്സും ബാങ്കേഴ്സും എല്ലാവരും കമ്പനിയുടെ മെമ്മറാണ്ടത്തിൻ്റെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഉണ്ടായിരിക്കണം. അത് നോക്കിയിട്ട് വേണം ഡീൽ ചെയ്യാനായിട്ട്. ഇവിടെ നമ്മളെ കേസ് ലോയിൽ റിച്ചി ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആഷ്വറി റെയിൽവേ കമ്പനിയുടെ മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ വായിച്ചു നോക്കുകയും അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കുകയും ചെയ്തിട്ട് വേണമായിരുന്നു ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട്. അത് ചെയ്യാത്ത പക്ഷം ആ നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം നിമിത്താൻ പറ്റത്തില്ല, ഷെയർ ഹോൾഡേഴ്സിന് പോലും അത് റാക്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ആഷ്വറി റെയിൽവേയുടെ കേസ്. അന്നത്തെ കമ്പനീസ് ആക്ട് 1756 ആക്റ്റായിരുന്നു അന്ന്. അതിലെ സെക്ഷൻ 6, അതുപോലെ സെക്ഷൻ 8, അതുപോലെ സെക്ഷൻ 16 അന്നത്തെ അന്ന് മെമ്മറാണ്ടത്തിൻ്റെ പ്രൊവിഷൻസ്. ആ സെക്ഷൻസ് ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടാണ് ഈ കേസ് ലോ ജഡ്ജ്മെൻറ്റ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ 653 ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ കേസാണ് സൈറ്റേഷൻ, HL 653 1875. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊരു കാൻഡിഡ് വീഡിയോ ആയിട്ട് കാണുക. ഇതൊരു പെട്ടെന്ന് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കേസിലുമായിട്ട് ഇതേപോലെ ആവശ്യപ്പെട്ടാൽ നമുക്ക് അതിനെ ലെപ്തായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ അൾട്രാ വൈറസ് മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയത് കേസ് ലോ മനസ്സിലായി, ഡോക്ടർ ഓഫ് അൾട്രാ വൈറസ് മനസ്സിലായി, ഇമ്പോർട്ടൻസ് ഓഫ് മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ മനസ്സിലായി. ഓക്കെ, ടാറ്റ. വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് കാണാം.